വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദം തള്ളി. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. TG സജിത്ത് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കേരളത്തിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്നു സജിത്ത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അനുകൂലമായിട്ടൊരു സാഹചര്യം ഒരുങ്ങുന്നു. എന്താണ് വിശദാംശങ്ങൾ? എൽദോ സൂചിപ്പിച്ച പോലെ കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷന്റെ അനുമതി മാറുന്നത്. മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടക്കുകയാണ്. അതായത് 2011 ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ആധികാരികമായ ഒരു പരിശോധന നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമല്ല, പുതിയ ഡാം നിർമ്മിക്കണം. ഇത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളം പല രീതിയിൽ നിയമപരമായും അല്ലാതെയും ഈ വാദം അംഗീകരിച്ചെടുക്കാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഒടുവിൽ ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണോ എന്ന് പരിശോധനയ്ക്ക് അനുമതി നൽകുകയാണ്. അതായത് ബന്ധപ്പെട്ട ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും ആക്യുറേറ്റഡ് ആയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര ജല കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വാദം അംഗീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, തമിഴ്നാട് ഈ വാദത്തെ എതിർത്തിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മേൽനോട്ട സമിതിക്ക് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം എത്ര കണ്ട് സുരക്ഷിതമാണ്, പുതിയൊരു ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അതിലേക്ക് കൂടുതൽ അടുക്കുന്ന നീക്കം കൂടിയായി ഇത് മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ മുല്ലപ്പെരിയാറിലെ പാട്ടക്കരാർ, ആ പട്ടക്കരാർ നിലനിൽക്കുന്നതാണോ എന്നത് സംബന്ധിച്ച് പരിശോധനാ നടപടികളും സുപ്രീം കോടതി ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഡാം സുരക്ഷിതമാണോ എന്നത് സംബന്ധിച്ച് ഒരു പരിശോധനയിലേക്ക് കൂടി വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ വാദങ്ങൾ, കേരളത്തിന്റെ നിലപാടുകൾ, കേരളത്തിന്റെ ആശങ്കകൾ അത് എങ്ങനെയൊക്കെ പരിഗണിക്കപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2011 ഇതിനു മുമ്പ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധന നടന്നിരിക്കുന്നത്. അതിനുശേഷം ആ മേഖലയിലുണ്ടായ ഭൂചലനങ്ങൾ, ഒപ്പം തന്നെ സ്വാഭാവികമായി അണക്കെട്ടിനുണ്ടായ നാശനഷ്ടങ്ങൾ, ഇതൊക്കെ ആ ഡാമിനെ അങ്ങേറ്റം സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് കേരളം കാലാകാലങ്ങളായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഫോണിലുണ്ട്. ശ്രീ റോഷി അഗസ്റ്റിൻ, ഈ സുരക്ഷാ പരിശോധന അത് കേരളത്തിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്നല്ലോ. അതിന് ഏറ്റവും ഒടുവിൽ ജല കമ്മീഷന്റെ പച്ചക്കൊടി ലഭിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഹലോ, കേൾക്കാമോ മിനിസ്റ്റർ? അതായത് ഈ 12 മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്നുള്ള ഒരു വിവരം വന്നിട്ടുണ്ടല്ലോ. അത് നമുക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? നമ്മുടെ ഇതുവരെയുള്ള മുല്ലപ്പെരിയാർ ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വീകാര്യമായിട്ടുള്ള അല്ലെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് ന്യൂഡൽഹിയില് കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് ശ്രീ രാജേഷ് കസ്റ്റിലിന്റെ അധ്യക്ഷതയിലുണ്ടായ മേൽനോട്ട സമിതിയാണ് ഈ തീരുമാനം എടുത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും കേരളം ആവശ്യപ്പെട്ടിരുന്നു ഈ അണക്കെട്ടിന്റെ വിശദമായ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന. എന്നാൽ ഇത് 12 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ഇന്ന് തീരുമാനമെടുത്തു. സുപ്രീം കോടതി നിയോഗിച്ച എംപ്ലോയ്ഡ് കമ്മിറ്റിയാണ് ഇതിനെ തീരുമാനം എടുത്തിട്ടുള്ളത്. സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷൻ സുരക്ഷ എന്നിവ ഇതിന്റെ ഭാഗമായി അണക്കെട്ടിലും മറ്റ് വിദഗ്ധ സ്ഥാപനങ്ങളിലും നടത്തുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് 2026 മാത്രം നടത്തിയാൽ മതി എന്ന് തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് കേരളത്തിന്റെ ഈ വാദം ഇന്ന് അംഗീകരിച്ചിരിക്കുന്നത്. വേറെ ആശ്വാസജനകമാണ്. ഈ അറ്റകുറ്റപ്പണി നടത്തിയതിനു ശേഷം സുരക്ഷാ പരിശോധന ആകാമെന്നുള്ളതായിരുന്നല്ലോ തമിഴ്നാടിന്റെ നിലപാട്. അപ്പോൾ ഈ ജല കമ്മീഷൻ എന്താണ് തമിഴ്നാടിനോട് അറിയിച്ചത്? അതിലൊരു വ്യക്തതയുണ്ടോ മിനിസ്റ്റർ? അല്ല, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി, എമർജൻസി ആക്ഷൻ പ്ലാൻ, ഡാം ബ്രേക്ക് അനലൈസിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ഈ മേൽനോട്ട സമിതി ഇന്ന് തമിഴ്നാട് നിർദ്ദേശം കൊടുത്തു. അപ്പൊ അതിനോടകമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ തമിഴ്നാട് നടത്തേണ്ട അറ്റകുറ്റപ്പണികൾക്ക് മേൽ പ്രസ്താവിച്ച കാര്യങ്ങളുടെ പുരോഗതിക്ക് അനുസൃതമായി വേണ്ട അനുമതികൾ, അപേക്ഷകൾ സമയബന്ധിതമായി പരിശോധിച്ച് തീരുമാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസജനകമാണ്. കേരളം ഇന്ന് ഉന്നയിച്ച വാദങ്ങൾ അതിലൂടെ അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും തമിഴ്നാടിനും സ്വീകാര്യമായിരിക്കും. തമിഴ്നാടും അക്കാര്യത്തിൽ എതിരും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ 2026 വരെ ആയിട്ട് മതി എന്നുള്ള തമിഴ്നാടിന്റെ വാദത്തെ തള്ളിക്കൊണ്ടാണ് ഇന്ന് ഈ തീരുമാനം എടുപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരളത്തെ പ്രതികരിച്ച ഡോക്ടർ ബി അശോക്, പ്രിൻസിപ്പൽ സെക്രട്ടറിയും ശ്രീ PS
പ്രിയ ഷാർ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരാണ് നമ്മുടെ പ്രതിനിധിയിൽ ഇതിൽ പങ്കെടുത്തത്. മിനിസ്റ്റർ, ഈ എന്നത്തേക്ക് നമുക്ക് ഈ സുരക്ഷാ പരിശോധന സാധ്യമാക്കാൻ പറ്റും? അല്ല, ഇത് പറഞ്ഞിരിക്കുകയാണല്ലോ, സ്വാഭാവികമായിട്ടും 1 വർഷത്തിനകം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു. വിതിൻ 2 monthsനകം ഇതിന്റെ പ്രാരംഭങ്ങൾ ആരംഭിക്കണം. അതിനാവശ്യമായ സമയം വേണ്ടിവരും. അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. ഈ സുരക്ഷാ പരിശോധന നടത്തേണ്ടത് ആരൊക്കെയാണ് മിനിസ്റ്റർ? അത് പറഞ്ഞല്ലോ, വിദഗ്ധ പരിശോധന നടത്തുന്നതിന് സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷൻ സുരക്ഷ എന്നിവ ഇതിന്റെ ഭാഗമായി അണക്കെട്ടിലും മറ്റ് വിദഗ്ധ സ്ഥാപനങ്ങളിൽ നടത്തുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. ഓക്കെ, അപ്പൊ അതായത് തമിഴ്നാടിന്റെ നോമിനീസ് ഉണ്ടാവും അതിൽ? ഉണ്ടാകണമല്ലോ, ഉണ്ടാകണം. അപ്പൊ എംപവർ കമ്മിറ്റി ഈ തമിഴ്നാടിനോടാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സുരക്ഷ പരിശോധിക്കാൻ കേരളവും തമിഴ്നാടും ഉൾപ്പെടെ ശുപാർശ ചെയ്യുന്നവരായിരിക്കും സമിതിയിൽ ഉണ്ടാവുക. അതെ അതെ അതെ, ഇത് പൂർത്തീകരിക്കാൻ തമിഴ്നാടിനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ കേരളത്തിന്റെ ശുപാർശയും ഉൾക്കൊള്ളണം. അതെ അതെ, നമ്മളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാടിനാണ് ഇതിനടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമിതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മുൻകൈ എടുക്കേണ്ടതാണ് തമിഴ്നാട് തന്നെയാണ്? അല്ല, അത് പറഞ്ഞല്ലോ, ഈ സമിതി ഓൾറെഡി സുപ്രീം കോടതി നിയോഗിച്ച എംപവർ കമ്മിറ്റിയാണ് 2011 ഇതിനു മുമ്പ് ഇത് പരിശോധന നടത്തി. അങ്ങനെ എംപവർ കമ്മിറ്റി ഉണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ 26-ൽ നടത്താൻ മതി എന്നായിരുന്നു തമിഴ്നാടിന്റെ വാദം. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായ സാഹചര്യങ്ങളെ കൃത്യതയോടുകൂടി ബോധ്യപ്പെടുത്താൻ കേരളത്തിന് കഴിഞ്ഞതുകൊണ്ടാണ് എമർജൻസിയായി ഇക്കാര്യം ഇടപെടാൻ തീരുമാനം എടുക്കത്തക്ക നിലയിലേക്ക് നമുക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഏറെക്കാലമായി കേരളം നടത്തി വരുന്ന ഇത്തരം നിരീക്ഷണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നേട്ടമാണ്. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയും എന്നാൽ അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകും എന്നുള്ള കേരളത്തിന്റെ ആ നിലപാടും എത്രത്തോളം സ്വീകാര്യമാണെന്ന് ഇതിലൂടെ തെളിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഈ സുരക്ഷാ പരിശോധനയിൽ നമ്മൾ പ്രധാനമായും നോക്കുക ഡാമിന്റെ ബലം, അല്ലെങ്കിൽ അതിൽ വന്ന കാലപ്പഴക്കം, വിള്ളലുകൾ, ഇതൊക്കെയായിരിക്കുമോ? അതെല്ലാം പരിശോധനയുടെ ഭാഗമായിട്ട് വരുമല്ലോ. അതെല്ലാം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരും. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. മന്ത്രി റോഷി അഗസ്റ്റാണ് പ്രതികരിച്ചത്. എന്നാലും കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അത്. ഈ സുരക്ഷാ പരിശോധന 2011-ലാണ് ഏറ്റവും ഒടുവിലായി നടന്നത്. ഈ അറ്റകുറ്റപ്പണി നടത്തിയതിനു ശേഷം മതി എന്നുള്ളതായിരുന്നു ഈ സുരക്ഷാ പരിശോധന എന്നുള്ളതായിരുന്നു തമിഴ്നാടിന്റെ നിലപാട്. പക്ഷേ ആ തമിഴ്നാടിന്റെ വാദം തള്ളിയാണ് ഇപ്പോൾ കേരളത്തിന് അനുകൂലമായി ആദ്യം തന്നെ ഈ സുരക്ഷാ പരിശോധന നടക്കട്ടെ, 12 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നുള്ള ഒരു വിധിയിലേക്ക് ജല കമ്മീഷൻ എത്തിയത്. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, കേരളത്തിന് എത്രത്തോളം ഊർജം പകരുന്നതാണ്, പ്രത്യേകിച്ചും തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലാണ് നമുക്കറിയാവുന്നതുപോലെ. പക്ഷെ അതിനപ്പുറത്തേക്ക് കേരളത്തിന് അങ്ങോട്ട് കടന്നു ചെല്ലാനും ഒരു സുരക്ഷാ പരിശോധനയ്ക്ക് ശുപാർശയുടെ ഭാഗമായി കേരളത്തിന്റെ ഒരു ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ആ എംപവർ കമ്മിറ്റിയിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് വരുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയെങ്കിലും ചെയ്യാം. എന്നാണെങ്കിലും ഒരു 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സുരക്ഷാ പരിശോധന നടക്കുന്നു എന്നുള്ളതിനെ എങ്ങനെ നോക്കിക്കാണണം നമ്മൾ? ഒരു ദശാബ്ദം നീണ്ട പോരാട്ടത്തിനാണ്, അല്ലെങ്കിൽ ഏറെ ആശങ്കയോടെ മലയോര ജനത, ഇടുക്കി ജനത ഏറെ ആശങ്കയോടെ കണ്ടിരുന്ന ഒരു വിഷയത്തിലാണ് നിർണായകമായ ഇടപെടൽ കേന്ദ്ര ജല കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2011-ലായിരുന്നു ഒടുവിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധന നടക്കുന്നത്. പിന്നീട് 13 വർഷങ്ങൾക്കിപ്പുറം തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ട് കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് വീണ്ടും സുരക്ഷാ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകുക എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനം അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയുമൊക്കെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ ദുരന്തങ്ങൾ, വയനാട് ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടൽ മഹാദുരന്തങ്ങൾ, അത് നമുക്ക് മുമ്പിൽ വലിയൊരു മുന്നറിയിപ്പായി നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ മുല്ലപ്പെരിയാർ എന്നത് കേരളത്തിലെ ഏതാനും മലയോര മേഖലയിൽ മാത്രം ഉള്ള ജനങ്ങളുടെ ആശങ്കയായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിലെ മിക്ക ജില്ലകളെയും ഒരുപാട് ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു.
അതിനിടയിലാണ് കേന്ദ്ര ജല കമ്മീഷൻ കേരളത്തിന്റെ ആവശ്യം മാനിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ സുരക്ഷാ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 12 മാസം കൊണ്ട് ഈ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം അവർക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആ നിർദ്ദേശങ്ങൾ കേരളത്തിന് എത്ര കണ്ട് അനുകൂലമായി മാറും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ തമിഴ്നാട് മുമ്പോട്ട് വെച്ച എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ആവശ്യം, ന്യായമായ ആവശ്യം, കേരളം മുമ്പോട്ട് വെച്ച ന്യായമായ ആവശ്യത്തിൽ ഒരു നിർണായകമായ ഇടപെടൽ കേന്ദ്ര ജല കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായി അത്തരമൊരു ഇടപെടൽ ആ കേന്ദ്ര ജല കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് മലയോര ജനതയെ മാത്രമല്ല, അത് മധ്യ കേരളത്തിലെ 4-5 ജില്ലകളെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവരെ ഒരുപാട് ആശങ്കപ്പെടുത്തിയ കാര്യങ്ങളാണ്. കനത്ത മഴ പെയ്യുമ്പോൾ ഇടുക്കിയിലുള്ള ജനങ്ങൾ, മുല്ലപ്പെരിയാറിന് തീരത്തുള്ള ജനങ്ങൾ രാത്രിയിൽ പേടിച്ചു വിറച്ച് രാത്രി കഴിച്ചു കൂട്ടേണ്ട സാഹചര്യമുണ്ട്. അതിപ്പോഴും ആ സ്ഥിതി അങ്ങനെ തന്നെ തുടരുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് കേന്ദ്ര ജല കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ആ ഇടപെടൽ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ആശങ്കകൾക്ക് പരിഹാരമാകുന്ന തരത്തിലുള്ള ഒരു നിർണായക വഴിത്തിരിവായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മണിക്കൂറിൽ. നിർണായകമായിട്ടുള്ള നിലപാടായി തന്നെ ഇതിനെ കണക്കാക്കുകയും വേണം. മുല്ലപ്പെരിയാർ സമരസമിതിയും ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടാകും ഉറപ്പായും. ഡാൻ കുര്യൻ, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുരക്ഷാ പരിശോധന നടത്തേണ്ടത് തമിഴ്നാടല്ല, അത് ഒരു നിഷ്പക്ഷ സമിതിയാണ് എന്ന് സുപ്രീം കോടതിയിൽ കേരളം നേരത്തെ സത്യവാങ്മൂലമൊക്കെ നൽകിയതാണ്. അതിനുമപ്പുറത്തേക്ക് പക്ഷേ തമിഴ്നാടിന്റെ ചില കർശന നിലപാടുകളിൽ, കടുംപിടുത്തങ്ങളിൽ നീണ്ടു പോവുകയായിരുന്നു കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ ഈ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമ്പോൾ ഒരുപാട് പ്രളയങ്ങളുണ്ടായി, വലിയ വെള്ളപ്പൊക്കങ്ങളുണ്ടായി, ഇതിനിടയിൽ ഇത്രയും കാലപ്പഴക്കം വന്നു. ഈ സാഹചര്യമൊക്കെ കണക്ക് കൂട്ടണമല്ലോ. അപ്പോൾ ഈ ആശങ്ക മാറ്റുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സുരക്ഷാ പരിശോധനയുടെ പൂർത്തിയാകേണ്ടത്. നമ്മൾ കരുതുന്നത് പോലെ ഈ 1 വർഷത്തിനുള്ളിൽ 12 മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു സുരക്ഷാ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ സാധിക്കുക എന്നുള്ളത് പ്രായോഗികമായിരിക്കുമോ? എൽദോ, സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് 2018 ശേഷം കേരളം ഓരോ മഴക്കാലത്തും കടന്നുപോകുന്നത്. നമുക്കറിയാം, ആദ്യം ഓഖിയുടെ രൂപത്തിലായിരുന്നെങ്കിൽ പിന്നീട് മഹാപ്രളയത്തിന് വഴിവെക്കുന്ന സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ നമുക്കറിയാം. പുഴകൾ, നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം കവിഞ്ഞൊഴുകുന്ന അവസ്ഥ, ഡാമുകൾ പലതും തുറന്നുവിടേണ്ട അവസ്ഥ, ഇതൊക്കെ വലിയ തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി. അതിനൊക്കെ ഒടുവിലായിട്ടാണ് ഉരുൾപൊട്ടൽ. അത് ആദ്യം മൂന്നാറിലായിരുന്നെങ്കിൽ പിന്നീട് മുണ്ടക്കയത്തായി, അതിനുശേഷം അത് മലയോര മേഖലകളിലേക്ക്, മലബാർ മേഖലകളിലേക്ക്, തവളപ്പാറയിലും കവളപ്പാറയിലുമൊക്കെ വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. 2019 പുത്തുമലയിൽ സമാനമായ ദുരന്തം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിലായി പുത്തുമലയ്ക്ക് 2 കിലോമീറ്റർ മാത്രം അപ്പുറത്തേക്ക് ചൂരൽമലയിൽ മഹാദുരന്തത്തിൽ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ആൾനാശമുണ്ടാകുന്നു. അതിന്റെ ആഘാതത്തിൽ നാടും കേരളവും ഇപ്പോഴും മുക്തരാകാറുണ്ട്. അതിനൊക്കെ ഇടയിലാണ് മുല്ലപ്പെരിയാർ എന്നത് വലിയ തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന, അത് മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്താനുള്ള അനുമതിയിലേക്ക് എത്തുകയാണ്. 1 വർഷത്തിനുള്ളിൽ അത് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷന്റെ തീരുമാനം. തമിഴ്നാടിന്റെ കടുംപിടുത്തം അത് ഇല്ലാതാക്കി കളഞ്ഞു. കേരളത്തിന്റെ നിലപാടിന് ഒരു ജയമാശ്വാസമാണ് കേരളത്തിന്. മുല്ലപ്പെരിയാറിൽ സമരം നടത്തുന്ന ഏകോപന സമിതിക്കും അവിടെ പ്രതീക്ഷ നൽകുന്നു. കേരള സർക്കാരിന്റെ നീക്കങ്ങൾക്കും ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ് വരുന്നത്.